ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ കാത്തിരുന്ന SSCയുടെ റിവേഴ്സ്ഡ് കലണ്ടർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ റിവേഴ്സ്ഡ് കലണ്ടർ. ഇതിനകത്ത് ഏതൊക്കെ എക്സാംസ് ഏതൊക്കെ മാസങ്ങളിലായിരിക്കും നടക്കുക, നോട്ടിഫിക്കേഷൻ എന്നാ വരിക. ഇപ്പം ഇതിന് മുന്നേ 2024 ഡിസംബർ മാസങ്ങളിൽ അവരൊരു കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രകാരം പല എക്സാംസും ഇപ്പോൾ ഏപ്രിൽ മാസം നടക്കേണ്ടിരുന്ന നോട്ടിഫിക്കേഷൻ വരേണ്ട എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതായപ്പോൾ തന്നെ നമ്മൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി SSCയിൽ നമ്മുടെ വെണ്ടർ ചേഞ്ച് വന്നിട്ടുണ്ട്, അപ്പോൾ TCS മാറാൻ പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾ വരും, ഇനി എക്സാംസ് ടഫ് ആവും എന്നുള്ള രീതിയിലൊക്കെ. ഇനി യുദ്ധത്തിൻ്റെ പേരിൽ തന്നെ കുറേ ആൾക്കാർ യുദ്ധം കാരണം എക്സാംസ് മാറ്റിവെക്കും, ഇനി ഈ വർഷം എക്സാം ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ എന്ത് ചെയ്ത SSC ഇന്ന് ഇങ്ങനെ ഒരു കലണ്ടർ ഇവിടെ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം കലണ്ടറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ മാസങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ കലണ്ടർ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ജൂൺ മാസമാണ് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അതായത് അടുത്ത മാസം, ഇതിപ്പോൾ മെയ് മാസമാണ്, അടുത്ത മാസങ്ങളിലായിട്ടാണ് ഇഷ്ടം മാതിരിയുള്ള SSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഇത് പ്രകാരം നമുക്ക് ആദ്യം ഡിഗ്രി അതുപോലെ തന്നെ 10th +2 ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നൊരു പോസ്റ്റാണ് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ്. അതെന്നാ വരുന്നത് 2/6/2025 നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ എക്സാം നടക്കുന്നത് ജൂലൈയിലും ഓഗസ്റ്റിലുമായിട്ടാണ് അതിൻ്റെ എക്സാംസ് നടക്കുക സെലക്ഷൻ പോസ്റ്റിൻ്റെ. അതായത് ജൂൺ മാസം 2-ാം തീയതിയാണ്, ഇതിപ്പോൾ മെയ് ആണ്, അടുത്ത മാസം 2-ാം തീയതി തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മുടെ റിവേഴ്സ് കലണ്ടറിൽ SSC പറഞ്ഞിട്ടുണ്ട്. നോക്കാം, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയും ഗ്രേഡ് ഡിയുമായിട്ടുള്ള എക്സാംസ് നടക്കുന്നത് 5/6/2020, അതായത് ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരിക. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഹാഫിനുള്ളിലാണ് നമ്മുടെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം നടക്കുക. പിന്നെ നമ്മൾ കാത്തിരുന്നൊരു എക്സാം, എല്ലാവരും നോക്കിയിരുന്നൊരു എക്സാം, ഈ ഒരു എക്സാമിന് വേണ്ടി കാലങ്ങൾ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പുതുതായിട്ട് ഇനി എക്സാം അതിൻ്റെ ഗ്ലാമറസ് കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ നോക്കിയിരുന്ന ഒരു എക്സാമാണ് നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ CGL എക്സാം. CGLൻ്റെ എക്സാം നടക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ജൂൺ മാസം 9-ാം തീയതി, ജൂൺ മാസം 9-ാം തീയതിയാണ് SSCയുടെ CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്നത്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് 4/7, ജൂലൈ മാസം 4-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട്. ഏകദേശം ഒരു മാസം ഗ്യാപ്പ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എക്സാം എപ്പോഴാണ് നടക്കുക, ഓഗസ്റ്റ് മാസങ്ങളിൽ, ഓഗസ്റ്റ് ഒരു ഹാഫോടുകൂടി എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് എൻഡോടുകൂടി എക്സാംസ് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പറഞ്ഞിട്ടുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇനി വരുന്ന 4-ാമത്തെ മാസം എക്സാം അങ്ങ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഇനി ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടർ, അതും ഈ പറഞ്ഞ ജൂൺ മാസമാണ്, ജൂൺ 16-നാണ് എക്സാം വരുന്നത്, അല്ല നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ എക്സാംസ് നടക്കുന്നത് സെപ്റ്റംബറിലോട്ട്, സ്റ്റാർട്ടിങ് തൊട്ട് എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് CHSL അല്ലെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഓഫ് എക്സാംസ്. അത് നടക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് 23 ജൂൺ മാസം 23-ാം തീയതിയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. എക്സാംസ് നടക്കുന്നത് ഈ പറഞ്ഞ സെപ്റ്റംബർ, അതായത് പറഞ്ഞനുസരിച്ച് SI ഡൽഹി പോലീസിലെ SIയുടെ എക്സാം കഴിഞ്ഞ ഉടനെ CHSലും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു വലിയൊരു എക്സാമാണ് നമ്മുടെ MDS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 26 ജൂണിലാണ് നമ്മുടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, MDSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് JEE നോക്കുന്ന ആൾക്കാരുണ്ടാവും. JEE നോക്കുന്ന സമയത്ത് 30 മാസം ജൂണിലാണ്, ജൂൺ മാസം 30-ാം തീയതിയാണ് നമ്മുടെ JEEയുടെ നോട്ടിഫിക്കേഷൻ വരിക. അതിൻ്റെ എക്സാം നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ MDSൻ്റെ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും അതുപോലെ തന്നെ ഒക്ടോബർ ലാസ്റ്റിലുമായിരിക്കും JEEയുടെ എക്സാംസും നടക്കുന്നത്. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ജൂൺ മാസം എന്തുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്ര എക്സാംസിന് നോട്ടിഫിക്കേഷൻ വരും.
ഒന്ന്, സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസങ്ങളിലാണ്. സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ CGLൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിലാണ്. അതുപോലെ തന്നെ SI സബ് ഇൻസ്പെക്ടർ SI 4ാമത്തെ എക്സാം ജൂൺ മാസത്തിലാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഓഫ് എക്സാം അതും ഈ പറഞ്ഞ ജൂണിലാണ്. മൾട്ടി ടാസ്കിങ് നോക്കുകയാണെങ്കിൽ അതും ജൂണിലാണ്. JEE നോക്കുകയാണെങ്കിൽ അതും ജൂണിലാണ്. അങ്ങനെ മൊത്തം 7 എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരിക ജൂണിലെന്നാണ് SSCയുടെ റിവേഴ്സ്ഡ് കലണ്ടർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി വരുന്ന പ്രധാനപ്പെട്ടൊരു എക്സാമാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ എല്ലാവരും നോക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് GD ഒന്ന് നോക്കാം. അതിനകത്ത് GD SSCയുടെ GD എക്സാം കോൺസ്റ്റബിൾ GD എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ മാസം 25-നാണ് GDയുടെ നോട്ടിഫിക്കേഷൻ വരിക. എക്സാം നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. പെർഫെക്റ്റ് ടൈം, പഠിച്ചു തുടങ്ങാനുള്ളൊരു പെർഫെക്റ്റ് ടൈമാണ് SSC GDക്കാർക്ക്. ഇനി ഒരു 6 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമയം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം GD ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് GDയും കയറിപ്പോകാൻ പറ്റുന്നൊരു രീതിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ ഗ്യാപ്പ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഏപ്രിൽ 16-ാം തീയതി വരുന്ന സെലക്ഷൻ പോസ്റ്റ് ഇപ്രാവശ്യം ജൂൺ മാസം 2-ാം തീയതി ഒരു 1.5 മാസത്തിൻ്റെ ഗ്യാപ്പ് എല്ലാ എക്സാംസിനും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1.5 മാസം അഡീഷണലി അത് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് ഒരു തുടക്കമായിട്ട് ഇപ്പം പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ്റെ അലർട്ട് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, വിജയിക്കുക. ഈ വർഷം തന്നെ ഒരു സർക്കാർ ജോലിയായിട്ട് നിങ്ങൾ മടങ്ങുക. SSCയുടെ CGL, CHSL അതുപോലെ തന്നെ MDS, GD ഇങ്ങനത്തുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന 14-ാം തീയതി മെയ് മാസം 14-ാം തീയതി നമ്മളൊരു എക്സ്ക്ലൂസീവ് എലൈറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. 8714370888 എന്നാണ് നമ്പർ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്രാവശ്യം നടക്കും. താങ്ക് യു.